23-കാരിയെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയാതെ കോടതി. വിശദവാദത്തിനായി മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. പോലീസ് റിപ്പോർട്ട് പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. കേസ് കെട്ടിച്ചമച്ചതാണെന്നും പേരില്ലാത്ത പരാതിയാണ് എന്നുമാണ് രാഹുലിന്റെ വാദം. സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സിജോ, ഈ രാഹുലിനെതിരെ ഫയൽ ചെയ്യപ്പെട്ട ഒരു കേസിൽ നേരത്തെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ കേസ് കോടതിയിലെത്തിയപ്പോൾ എന്തൊക്കെ വാദങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? രാഹുലിന്റെ വാദം എന്ന് പറയുന്നത് ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്. ആ കേസിലാണ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് നടന്നിരിക്കുന്ന സ്ഥലമോ ഇത് ആരാണ് ഇതിന് ഇരയായെന്നുള്ള വിവരങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അത്തരം ഒരു വിവരം പോലും നൽകാതെ വന്നിട്ടുള്ള ഒരു പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ പ്രധാനമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നിട്ട് 2 വർഷമായി എന്നാണ് ഈ പരാതിയിൽ നിന്ന് മനസ്സിലാവുന്നത്. 2 വർഷമായിട്ടും ഈ പറയുന്ന യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല? അങ്ങനെ പരാതി നൽകാനാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നൽകേണ്ടിയിരുന്നത് പോലീസിനല്ലേ. ഇനി ഈ യുവതി ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ ബംഗളൂരിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണെങ്കിലും പരാതി നൽകിയല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ബലാത്സംഗത്തിനിരയായി എന്ന് പറയുന്ന ഒരു യുവതി അത് KPCC പ്രസിഡന്റിനാണോ പരാതി നൽകേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് പോലീസിൽ തന്നെ നേരിട്ട് നൽകേണ്ട ഒരു പരാതിയല്ലേ എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നടന്ന ഒരു സംഭവമല്ല, കെട്ടിച്ചമച്ചൊരു കേസാണ്. എന്തിന് ഈ സംഭവ സ്ഥലമോ വിവരങ്ങളോ ഒന്നും പോലും പറയുന്നില്ല. ഇതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും ഒരു വിവരങ്ങളും പങ്കുവയ്ക്കാത്ത, ആളുടെ പേര് പോലും നൽകാത്ത ഒരു പരാതിയിലാണ് ഇപ്പോൾ എടുത്തു ചാടി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുന്നതുവരെ അറസ്റ്റ് തടയണമെന്നൊരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇതിനെ ശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. കോടതി പോലീസിന്റെ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കണം. അതിനുശേഷം മാത്രമേ അത്തരത്തിലൊരു ഓർഡർ ഇറക്കാവൂ എന്നുള്ളൊരു കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് ഗുരുതരമായ വകുപ്പുകൾ കൂടി ചേർത്തൊരു അവസരത്തിൽ ഈ ഘട്ടത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തിയത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അത് കോടതിക്ക് വ്യക്തമായതുകൊണ്ട് തന്നെയായിരിക്കും അറസ്റ്റ് തടയുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. സിജോ, പോലീസ് എന്തൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? ഇത് ഒരു വാസ്തവമായിട്ടുള്ള അല്ലെങ്കിൽ സത്യമായിട്ടുള്ള ഒരു പരാതിയാണ്. ഇതിൽ ഒരു ഇരയുണ്ട്, അതിജീവതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി KPCC പ്രസിഡന്റിനാണ് ലഭിക്കുന്നത്. ഇത് ആർക്കെങ്കിലും കൊടുത്ത ഒരു പരാതിയല്ല. രാഹുലിന്റെ പാർട്ടിയുടെ അധ്യക്ഷന് തന്നെ, KPCCയുടെ പ്രസിഡന്റിനാണ് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ അത് വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ഈ അതിജീവതയോട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇതിന്റെ തുടർ നടപടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാകുമെന്ന് പറയുന്നത് പോലീസ് നൽകുന്ന റിപ്പോർട്ട് ആണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചതിന് പിന്നാലെ ഈ അതിജീവതയ്ക്ക് ആദ്യം ഇമെയിലിൽ സന്ദേശം അയക്കുകയാണ് ചെയ്തത്. താങ്കൾക്ക് എപ്പോഴാണ് പരാതി നൽകാൻ മൊഴി നൽകാൻ സാഹചര്യം ഉണ്ടാവുക, ഏത് സ്ഥലത്ത് വെച്ചാണ് മൊഴി നൽകുക എന്നുള്ളതാണ്. അതിൽ പോസിറ്റീവായ റെസ്പോൺസാണ് ഉണ്ടായത്. അതിനുശേഷം ഈ യുവതിയുമായി അന്വേഷണ സംഘം സംസാരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും. അപ്പോഴായിരിക്കും കൂടുതൽ വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് ഫൈനി നൈനാണ് ഈ പെൺകുട്ടിയെ ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്തിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇയാളെയും കൂടി പ്രതിയേർക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുകയും ചെയ്യും. അപ്പോൾ സമഗ്രമായ ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മൊഴി എടുത്തതിന് ശേഷമുള്ള ഒരു റിപ്പോർട്ടായിരിക്കും കോടതിയിൽ പോലീസ് സമർപ്പിക്കുക. സ്വാഭാവികമായും പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? സിജോ, 2 ദിവസത്തിനകം ഈ പരാതിക്കാരിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. ഈ പരാതിക്കാരിയുമായിട്ട് അന്വേഷണ സംഘം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ചില വിവരങ്ങൾ അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റായി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ഉള്ള സ്ഥലത്ത് നേരിട്ട് പോവുകയോ അല്ലെങ്കിൽ അവരോട് സ്ഥലത്തേക്ക് വരാൻ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യും. അങ്ങനെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ പോലീസ്
ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ കേസിൽ കണ്ടതുപോലെ ഇവരുടെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധത ചോദിക്കും. അവരത് നൽകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. തുടർന്നാവും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കാര്യങ്ങളുണ്ടാവും. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായിരിക്കുന്ന കോടതിയുടെ വിധി എന്ന് പറയുന്നത്, തീരുമാനമെന്ന് പറയുന്നത് വലിയ തിരിച്ചടിയാണ്. കാരണം രാവിലെ ഹൈക്കോടതിയിൽ നിന്ന് ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് വളരെ വേഗത്തിൽ തന്നെ രണ്ടാമത്തെ കേസിൽ ജാമ്യാപേക്ഷ മുന്നോട്ട് പോകുന്നത്. ഈ കേസിലും ഇതിന്റെ അറസ്റ്റ് തടയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി രാഹുലിന് ഇന്ന് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരാൻ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ തന്നെ തുടരേണ്ടി വരും. രാഹുലിനായിട്ടുള്ള തിരച്ചിൽ പോലീസിനും തുടരേണ്ടി വരും.